ഹലോ, അസ്സലാമു അലൈക്കും. ഓർഗാനിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും പനിയായതുകൊണ്ട് വീഡിയോ കുറച്ച് ലേഗായി പോയി. ഇന്ന് നമ്മൾ കുറച്ച് ചെമ്പരത്തി റോസാ ചെടികളും നടുന്ന വീഡിയോ. ചെമ്പരത്തിയും മഞ്ഞച്ചെമ്പരത്തി, ഈ മഞ്ഞച്ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് അതിങ്ങനെ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ മഞ്ഞച്ചെമ്പരത്തിയൊക്കെ കുറഞ്ഞ റേറ്റിന് നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കട്ട ചെമ്പരത്തി ഉണ്ട്, ഒരു 4 അല്ല 5 ഉണ്ട്. 5 അല്ല, അതിന് കൂടുതലുണ്ട് നമുക്ക്. ഇന്ന് ഞാൻ 5 പിടിപ്പിക്കുന്നുള്ളൂ. പനിയുടെ ക്ഷീണം മാറിയിട്ടില്ല. ഇതൊരു 5 തന്നെ. മഞ്ഞ ചെമ്പരത്തി ഒരു 5 ഉണ്ട്. ഇതൊരു 10 ഉണ്ട്. ഈ ചെമ്പരത്തി നല്ല ഭംഗിയാണ്. ഈ ചെമ്പരത്തി വെട്ടി നിർത്തി ഒതുക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്താ അപ്പോൾ ഇതിൻ്റെ ഒരു 10 ഉണ്ട്. പിന്നെ ഈ റോസാപ്പൂക്കൾ, ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്. വൈറ്റിൻ്റെ പൂക്കളൊക്കെ കോഴി. ഇതൊരു 12 ഉണ്ട്. ഇതിൻ്റെ തന്നെ വലിയ സാധാ 2 തൈക്കളുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ ഇന്ന് വെട്ടി ഒതുക്കിയതാട്ടാ. ഇതൊരു 10-12 ഇതും 2 വെച്ചിട്ടാണ് ഞാൻ പിടിപ്പിക്കുന്നത്. എല്ലാ ചെടിയിലും ഞാൻ എപ്പോഴും ചട്ടിയിലല്ലേ കവറിനകത്ത് മണ്ണ് നിറച്ചിട്ട് നമുക്ക് TTC വഴി കൊറിയർ വഴി സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് മണ്ണ് കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈ കവറിനകത്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാമല്ലോ. ഇത് വൈറ്റാണ് അതിൻ്റെ. ഈ റെഡിൻ്റെ തന്നെ വൈറ്റ്. അതൊരു 5-8 ഉണ്ട്. അതുകൊണ്ട് വൈറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കൊഴിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തോന്നി അതും അങ്ങനെ പിടിപ്പിച്ചിട്ട് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ സെയിൽ ചെയ്യാമല്ലോ എന്ന്. കൊമ്പ് കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ അത് എത്താനായിട്ട്. അപ്പോൾ അതെങ്ങാനും നമുക്ക് നേരം വൈകിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവില്ലേ. അപ്പം ഇനി കവറിൽ മണ്ണൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നും സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ മണ്ണൊരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കൊമ്പ് കുത്തി പിടിപ്പിച്ച് നല്ല ഭംഗിയില്ലേ ചെമ്പരത്തി റോസും കൂടെ കാണാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ തറ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തറ ഒരുക്കി ഇന്നത്തെ പണി അതായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് പിടിപ്പിച്ചിട്ട് അതിൽ ഇവിടെ ഇങ്ങനെ ഓരോ കവറുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്നാൾ വെച്ച് പിടിപ്പിച്ച ചട്ടിയും ഉണ്ട്. ആർക്കെങ്കിലും വീട്ടിൽ വന്ന് ആവശ്യമുള്ളവർ വീട്ടിൽ വന്നിട്ട് എടുക്കണമെങ്കിൽ അവർക്ക് വീട്ടിൽ വന്നിട്ടും കൊണ്ടുപോവാം. അതല്ല നമുക്ക് കൊറിയർ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് എടുക്കാം. അത്യാവശ്യം ചെടികൾ നമ്മൾ വീട്ടിലുണ്ട്. അന്ന് പിടിപ്പിച്ച കവകളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഒക്കെ പൊടിച്ച് വരുന്നേ ഉള്ളൂ. ഉണ്ടോ, കയോട്ടയുടെ ചെടി പിടിപ്പിക്കുന്നത് വീഡിയോ ഇട്ടിട്ടില്ല. അത് എടുത്ത അന്നാണ് നമുക്ക് എനിക്ക് പനിയും തലവേദനയും കൊണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ അതെവിടെയാണാവോ എന്നുള്ള തപ്പിത്തറിയാനും വിട്ടുപോയി. ഞാൻ അടുത്ത വീഡിയോയിൽ കയോട്ടയുടെ പ്രതാപിച്ചിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലൈറ്റായിപ്പോയി. പക്ഷെ അതൊക്കെ പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. നമ്മളെ മറ്റേ സാധനം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മുക്കുറ്റിപ്പൂവ്, അത് പൊടിച്ച് വരുന്നുണ്ട്. മുക്കുറ്റിപ്പൂവിൻ്റെ പിങ്ക് മഞ്ഞയാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചെറുതായി പൊടിപ്പ് വരുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലക്ക് 30 രൂപക്കൊക്കെ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട പൊടിപ്പ് വരുന്നുണ്ട. അല്ല, ഇപ്പം മഴയുള്ള കാരണം നമുക്ക് എന്തായാലും അത് പൊടിക്കും. ബോഗൺവില്ല വേന അതും പൊടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. എന്തായാലും മഴക്കാലം ആയത് കൊണ്ട് നമുക്കത് പിടിപ്പിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സംഭവം അതും പിടിക്കുന്നുണ്ട്. പിന്നെ കവറിലേക്ക് ഞാൻ പിടിപ്പിച്ചിട്ടില്ല. എനിക്ക് തന്നെ പിടിപ്പിച്ച് വെച്ചിട്ടേക്കുന്നതാണ് പെറ്റൂണിയ. കവറിലേക്ക് ഇനി പിടിപ്പിക്കണം. ഇതൊന്ന് നമ്മൾക്ക് തന്നെ ശരിക്കും ആക്കി പിടിച്ചിട്ട് അതിന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ കവറിനകത്ത് പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യണം.
അതിൻ്റെ പല കളറുകളും ഇതേപോലെ വയലറ്റും പിങ്കും റെഡും ഒക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഈ ബോഗൺവില്ലമ്മൽ കിടന്ന് ഇതായതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാതെ വിട്ടുപോയി. വൈറ്റിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുക. അപ്പം അങ്ങനെയാണ് നമ്മളെ വീഡിയോ. അതെ, നമ്മൾ ഇതിൽ നിന്നാണ് മുറിച്ചെടുത്തത്. ഈ ചെമ്പരത്തിമന്ന് നമ്മൾ പൂക്കൾ എല്ലാം വെട്ടി മുറിച്ചിട്ടാണ് ഇപ്പോൾ അത് കൊണ്ടുവച്ചിട്ടുള്ളത്. മഴക്കാലത്ത് ഇപ്പോൾ ഇതെല്ലാം പൂക്കൾ കാണുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാല്ലാ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് ചെയ്യട്ടാ. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ അടുത്ത് തന്നെ വരാം. അസുഖങ്ങളില്ലാണ്ടിരുന്നാൽ തന്നെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. എല്ലാവർക്കും പനി പിടിച്ചപ്പോഴേ ബുദ്ധിമുട്ടായിപ്പോയി. മഴക്കാലത്ത് എല്ലാവർക്കും പനികളുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.